ഇന്നലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലെ വേസ്റ്റ് അടിഞ്ഞു കിടന്ന ഓടയിൽ ക്ലീനിങ്ങിനിറങ്ങിയ 3 പേരിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് പറഞ്ഞു കേട്ടത്. 11 മണിക്കാണ് ഈ പുള്ളിക്കാരൻ ഇതിൽ വീഴുന്നത്. പക്ഷേ 3:30 മണിയായിട്ടും പുള്ളിക്കാരനെ കിട്ടിയിട്ടില്ല. ഞാനവിടെ എത്തുന്നത് 3:30 മണിക്കാണ്. പക്ഷെ അപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരുന്നു. ആത്മാർത്ഥതയോടുകൂടി തന്നെ നമ്മുടെ കേരള നീന്തൽ വിദഗ്ധരും എല്ലാവരും ഫയർഫോഴ്സ് ഇവരെല്ലാം നല്ല ആത്മാർത്ഥത തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ പച്ച വലയ്ക്കുള്ളിൽ കാണുന്ന ഓടയ്ക്കുള്ളിലാണ് വീഴുന്നത്. പക്ഷേ ഈ ഓടയിൽ നിന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ചെറിയ എന്തോ ഇടുങ്ങിയെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഓടയ്ക്കകത്ത് വീഴുമ്പോൾ ഫുള്ള് മാലിന്യങ്ങൾ വേസ്റ്റ് കൊണ്ട് അടിഞ്ഞതായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, കിംസ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലെ വേസ്റ്റെല്ലാം അടിയുന്ന സ്ഥലമായിരുന്നു. രക്ഷാപ്രവർത്തകർ അത് ഫുള്ള് നിറഞ്ഞിരുന്ന വേസ്റ്റ് കുറച്ച് കോരി മാറ്റിയതിന് ശേഷമാണ് അവർ ഇറങ്ങുന്നത്. കാരണം അല്ലെങ്കിൽ ആർക്കും ഇറങ്ങാൻ പറ്റത്തില്ല, അത്രയും വേസ്റ്റ് അടിഞ്ഞ് കിടക്കുക. വേനൽ സമയത്ത് ക്ലീൻ ചെയ്യേണ്ട വേസ്റ്റ് ഇവർ മഴക്കാലത്ത് ചെയ്തു. എന്നാൽ ഇവർക്കൊരു അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ രക്ഷപ്പെടാനുള്ളൊരു മാർഗവും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെ ഈ പുള്ളി അകത്തകപ്പെട്ടു, എവിടെയാണെന്ന് ഈ സെക്കൻഡ് വരെ കണ്ടു കിട്ടിയിട്ടില്ല. ദയവ് ചെയ്ത് അധികൃതരെ അറിയിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെ ഇത് ഡെയിലി വേക്കൻസിലുള്ള ആൾക്കാരായതുകൊണ്ടാണ് അവർ ഇറങ്ങിയത്. അല്ലെങ്കിൽ അവർ ഇന്ന് സമരം വിളിച്ചേനെ. കാരണം ഇത്രയും വേസ്റ്റ് നാറ്റത്തിനിടയിൽ അവരെങ്ങനെ ഇറങ്ങി എന്ന് അറിയത്തില്ല. പാവമുണ്ട്, കഷ്ടം അവരുടെ അവസ്ഥ കണ്ടിട്ട്. മേയറും എല്ലാവരും ഉണ്ട്. അവരിനി വന്ന് നിന്നിട്ട് എന്ത് ചെയ്യാനാ? ഇതുപോലത്തെ വേസ്റ്റ് മാസത്തിലെങ്കിലും കോരി മാറ്റാനുള്ള സംവിധാനങ്ങൾ ഇവർ ചെയ്തിരുന്നു എങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കില്ലായിരുന്നു. നഷ്ടപ്പെട്ട ആളിന് ഇവരെന്ത് കൊടുക്കും? കുറച്ച് ക്യാഷ് കൊടുക്കുമോ? പോയ ആൾ പോയില്ലേ? അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് ഇത്രയും ഡെങ്കിപ്പനി ഇല്ലെങ്കിൽ പിന്നെ ഒരുമാതിരിപ്പെട്ട കോളറ പോലത്തെ അസുഖങ്ങളുള്ള ഈ കാലത്ത് ഈ വേസ്റ്റ് വെള്ളത്തിൽ ഇവരെ ഇറക്കുന്നത് തന്നെ മഹാപാവമല്ലേ? ഇവരെയൊക്കെ എന്താ പറയേണ്ടത്? ഞാനവിടെ നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറയും ഇവരെല്ലാം എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്രയോ ആൾക്കാരവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ അപ്പുറത്തെ സൈഡ് പോയിട്ട് മാനുവൽ പൊക്കിയിട്ട് നോക്കിയായിരുന്നു. കാരണം ഈ ഓട ചെന്ന് അവസാനിക്കുന്നത് എയർപോർട്ടിൻ്റെ അവിടെ നമ്മുടെ ട്രിവാൻഡ്രം വള്ളക്കടവിൻ്റെ ഭാഗത്ത് എവിടെയാണ്. അതുവരിക്കും ഇതിനിടയിൽ കൂടെ ഈ റെയിൽവേ ക്രോസിനിടയിൽ കൂടെ അത്രയും മാലിന്യമാണ് പോകുന്നത്. ഇതിനിടയിൽ ആ പുള്ളി എവിടെ അകപ്പെട്ടെന്ന് ആർക്കും അറിയത്തില്ല, ഏത് ഭാഗത്ത് തങ്ങിയിരിക്കുന്നൊന്നും അറിയത്തില്ല, കുടുങ്ങിപ്പോയോ അതേപോലെ രക്ഷപ്പെട്ടോ ഒന്നും അറിയാത്തൊരവസ്ഥയാണ്. ദയവായി ഇപ്പോൾ എറണാകുളമായിരുന്നാലും എല്ലാ സിറ്റികളിലും പിന്നെ അസുഖങ്ങൾ പടരുന്ന സമയമാണ്. ശ്രദ്ധിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. അത് നമ്മൾ എരിച്ചു കളയാൻ പോലും പറ്റുന്നില്ല. പഞ്ചായത്തുകാർ വന്ന് കൊണ്ടുപോകുന്നു. അവർ ഇവിടെയല്ല എറിയുന്നത്. ഇതിനുവേണ്ടി ശക്തമായി പ്രതികരിക്കണം, നമ്മൾ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കണ്ടിട്ട് ഒട്ടും മനസ്സിന് ഒരു ഇതില്ലാത്തൊരവസ്ഥയായിപ്പോയി.